തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി യോഗം വിളിച്ചു. വൈകിട്ട് 7:30 ഓൺലൈനായാണ് യോഗം. തിരുവമ്പാടി പാർമീക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രതിഷേധ സൂചകമായി അല്ലെങ്കിൽ ആ വിഷയം ശ്രദ്ധയിൽ പതിപ്പിക്കുന്നതിന് പൂരം നടത്തുക എന്നതുൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? പൂരം നടപ്പിന് വി അരുൺ വിവരങ്ങൾ നൽകും. എന്തായാലും പൂരം പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി ഇടപെടുകയാണ്. പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. പ്രശ്ന പരിഹാരം തേടാനായാണ് ഇത്തരമൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ യോഗം നടക്കും. വൈകിട്ട് 7:30 ഓൺലൈനായാകും യോഗം ചേരുക. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രശ്നപരിഹാരം എന്നതാണ് ലക്ഷ്യമിടുന്നത്. അരുൺ, തുടർന്നോളൂ. പ്രതിസന്ധി പൂരം നടത്തിപ്പിന് ഭീഷണിയാകുമെന്ന തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വന്നു. ദേവസ്വങ്ങൾ അത്തരം പരാതിയുമായി രംഗത്ത് വന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി 3-ാം തീയതി തൃശ്ശൂരിലെത്തുമ്പോൾ സമാന്തര പൂരം, സാമ്പിൾ പൂരം നടത്തി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കാനും സഹായം തേടാനുമുള്ള നീക്കങ്ങൾ നടന്നു വന്നത്. അതിനിടയിലാണ് സർക്കാരിന്റെ ഇടപെടൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയാണ്. ഇന്ന് വൈകിട്ട് 7:30 മുഖ്യമന്ത്രി ഓൺലൈനായി യോഗം വിളിച്ചിരിക്കുന്നു. ഈ ദേവസ്വം പ്രതികളും ദേവസ്വം മന്ത്രിയും മറ്റ് ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പൂരം പതുപോലെ നടത്താനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത്. സ്വാഭാവികമായും BJP ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നൊരു ആശങ്ക കൂടി സർക്കാരിനുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ സമാന്തര പൂരം നടത്തുന്നത് ശരിയല്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ടാണ് ഇത്തരമൊരു അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ നിർണായകമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പൂരം പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി ഇടപെടുകയാണ്. പ്രശ്നപരിഹാരം തേടാനാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് യോഗം.